ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു 5 lakhs rupees എങ്കിലും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ്, ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. ഇത് വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു വേർഡിംഗ് ആണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് പുള്ളി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. ഫസ്റ്റ്, സേവ് ഫസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എമർജൻസിക്ക് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് പൈസ ഉണ്ടാവും. ഇതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആദ്യമേ സേവ് ചെയ്യുക എന്നുള്ളത്. സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ്. രണ്ടാമത്തെ പുള്ളി പറഞ്ഞത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാഴ് ചെലവുകൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനൊരു ഉദാഹരണം, 1000 രൂപ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും 5000 രൂപ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ 5000 രൂപ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുക. ഇനി നമുക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം. എന്തിനാണ് ആദ്യമേ 5 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്? അതിൻ്റെ റീസൺ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ഇൻകമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡറി റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പ്രീമച്യൂർ ആയിട്ടുള്ള വിഡ്രോയിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുക. ഇത് രണ്ടും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ്, പ്രൊട്ടക്റ്റ് യുവർ പ്രൈമറി ഇൻകം. അതായത് നിങ്ങളുടെ ജോലിയോ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 1, 2, 3 മാസം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു തുക കയ്യിലുണ്ടാവും. ഇത് നിങ്ങൾക്ക് അടുത്തൊരു ജോലി അന്വേഷിക്കണ വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. സെക്കൻഡ്, എന്തിനാ നമ്മൾ പറയുന്നു പ്രീമച്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ വിഡ്രോവലിനെ സ്റ്റോപ്പ് ചെയ്യാം? കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലായിരിക്കാം, ചിലപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വേറെ പല ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഇതിലായിരിക്കാം. അപ്പോൾ നമുക്കൊരു പൈസയ്ക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്ഥലം വിൽക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോയാലും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂഷൻ കിട്ടണമെന്നില്ല. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ സേവിങ്സ് ഫണ്ട് ഉപകരിക്കാൻ പോണത്. നമ്മുടെ സേവിങ്സ് ഫണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഈ സേവിങ്സ് ഫണ്ടിൽ നിന്ന് ആദ്യമേ വിഡ്രോ ചെയ്യുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ വളരട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.